നമസ്കാരം. ഇന്നത്തെ ഡേ സ്പെഷ്യലിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 17. എല്ലാ വർഷവും നവംബർ 17 ദേശീയ അപസ്മാര ദിനമായി നാം ആചരിക്കുന്നു. ഈ അവസ്ഥയെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനായാണ് ഈ ദിനാചരണം ലക്ഷ്യമിടുന്നത്. രോഗത്തെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കാനും രോഗലക്ഷണങ്ങളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാനും സഹായിക്കുന്നതിനുള്ള അവസരമാണ് ഇത്തരത്തിലൊരു ദിനാചരണത്തിലൂടെ ലഭിക്കുന്നത്. ഇന്ത്യയിൽ അപസ്മാരത്തിന്റെ സാന്നിധ്യം കുറയ്ക്കുന്നതിനുള്ള ഒരു ദേശീയ ക്യാമ്പയിൻ എന്ന നിലയിൽ എപ്പിലെപ്സി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ദേശീയ അപസ്മാര ദിനം രൂപീകരിച്ചു. നമ്മുടെ സമൂഹത്തിൽ ബാധ കയറൽ എന്നൊക്കെ ഒരുപാട് മിഥ്യാധാരണകൾ നിലനിൽക്കുന്ന ഒരു അസുഖമാണ് ജന്നി, ചുഴലി അഥവാ അപസ്മാരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് തലച്ചോറിനുള്ളിലെ ഞരമ്പുകളും അവ തമ്മിലുള്ള പരസ്പര സംവേദനം കാരണമാണ്. ഞരമ്പുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ചില രാസവസ്തുക്കളോ വൈദ്യുത തരംഗങ്ങളോ വഴിയാണ് ഈ പരസ്പര സംവേദനം. ഇപ്രകാരം സംവേദിക്കുന്നതിലെ തകരാറ് മൂലം ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് ജനിക്ക് ആധാരം. തുടർച്ചയായി ജനി വരുന്നതിനെയാണ് അപസ്മാരം എന്ന് പറയുന്നത്. അപസ്മാരം കണ്ടാൽ ഇരുമ്പ് കയ്യിൽ പിടിക്കുന്നത് വളരെ വ്യാപകമായി കാണാറുള്ള ഒരു കാഴ്ചയാണ്. ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല. അപസ്മാരം പരമാവധി കുറച്ച് സെക്കൻഡ്സ് അല്ലെങ്കിൽ 1-2 മിനിറ്റ് കൊണ്ട് അവസാനിക്കുന്ന ഒരു രോഗാവസ്ഥയാണ്. തുറസായ സ്ഥലത്ത് രോഗിയെ കിടത്തി മുറിവുകളോ മറ്റോ പറ്റാനുള്ള സാഹചര്യം ഒഴിവാക്കുകയാണ് വേണ്ടത്. കൂടുതൽ സമയം അപസ്മാരം അനുഭവപ്പെടുന്ന പക്ഷം ഇത്തരം ഇരുമ്പോ താക്കോലോ മറ്റോ കയ്യിൽ പിടിക്കുന്നത് ബലം പിടിക്കുമ്പോൾ മുറിവുകൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. ലോകാരോഗ്യ സംഘടന കണക്കാക്കുന്നത് ലോകമെമ്പാടും 50 ദശലക്ഷം അപസ്മാര രോഗികൾ ഉണ്ടെന്നാണ്. അവരിൽ 80% വികസ്വര രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്കാണ്. അപസ്മാരം ഭേദമാക്കാവുന്നതാണെങ്കിലും വികസിതമല്ലാത്ത രാജ്യങ്ങളിൽ ഇത് ബാധിച്ചവരിൽ 4-3 പേർക്കും ആവശ്യമായ പരിചരണം ലഭിക്കുന്നില്ല. ഇന്ത്യയിൽ ഏകദേശം 10 ദശലക്ഷം ആളുകൾക്കാണ് അപസ്മാരം കണ്ടുവരുന്നത്. ഇന്നത്തെ ഡേ സ്പെഷ്യൽ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.